കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തുള്ള കോളച്ചിറയിൽ ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ഫാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സ്വദേശികളും വിദേശികളും അപൂർവങ്ങളുമായ ധാരാളം പക്ഷികളും മൃഗങ്ങളും ഈ ശേഖരത്തിലുണ്ട്. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുള്ള ഒട്ടകങ്ങളും കുതിരകളും വിവിധ ഇന ആടുകളും അപൂർവങ്ങളായ പശുക്കളും മുയലുകളും പൂച്ചകളുമൊക്കെ ഈ ശേഖരത്തിൽ ഉൾപ്പെടുന്നു. ഇതുകൂടാതെ ധാരാളം അരുമ പക്ഷികളും ഈ ശേഖരത്തിലുണ്ട്. ശ്രീകൃഷ്ണ ഫാമിലെ അരുമ മൃഗങ്ങളുടെയും അരുമ പശുക്കളുടെയും കൗതുക കാഴ്ചകളിലേക്ക്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓമന മൃഗങ്ങളെയും പക്ഷികളെയും തൻ്റെ ശ്രീകൃഷ്ണ പെറ്റ്സ് ആൻഡ് അനിമൽ ഫാമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ശ്രീ അജിത് കുമാർ. ഓസ്ട്രേലിയൻ വംശജരായ എമു മുതൽ ഇംഗ്ലീഷുകാരനായ ലോകത്തിലെ വലിയ മാർജാരൻ ബ്രിട്ടീഷ് പഞ്ച് വരെ ഈ ഫാമിലെ കൗതുക കാഴ്ചകളിൽ ഇടം നേടുന്നു. ബാംഗ്ലൂരുള്ള ഒരു ഏജൻസി വഴിയാണ് വിദേശ രാജ്യങ്ങളിലുള്ള ഈ പക്ഷിമൃഗാദികളെ ഇദ്ദേഹം തൻ്റെ ഫാമിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയുടെ പൈതൃക സ്വത്തായ വിവിധതരം വളർത്തുമൃഗങ്ങൾ ഇന്ന് ഈ പക്ഷി സങ്കേതത്തിലെ അതിഥികളാണ്. ഇന്ത്യയിൽ രാജസ്ഥാൻ മരുഭൂമിയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒട്ടകത്തെ കോളച്ചിറയിലെ ഈ സ്വകാര്യ മൃഗശാലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആടുകളിൽ തന്നെ വൈവിധ്യമാർന്ന ജനുസുകൾ ഇവിടെയുണ്ട്. വടക്കേ ഇന്ത്യൻ ഇനങ്ങളായ ജമുന പ്യാരി, സിരോഹി, മണിപ്പൂരി, ആസാമി, വിദേശ ഇനങ്ങളായ കനേഡിയൻ, ആസ്ട്രേലിയൻ പിഗ്മി, നമ്മുടെ സ്വന്തം മലബാറി ആടുകൾ തുടങ്ങിയവയാണ് ഇവ. എത്ര കാലമായി ഈ ഫാം ഇവിടെ ആരംഭിച്ചിട്ട്? ഇത് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലമായി. പിന്നെ കറക്റ്റായിട്ട് ഫംഗ്ഷൻ തുടങ്ങിയിട്ട് 8 മാസമായി. 8 മാസത്തിന് മുമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ സഖാവ് ഉദ്ഘാടനം ചെയ്തതോടുകൂടിയാണ് ഇത് പ്രവർത്തനം നല്ല ഫംഗ്ഷനായത്. ഇങ്ങനൊരു ഫാം നമ്മൾ പുറത്ത് പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് തുടങ്ങിയത് അതിനുശേഷമാണ്. അപ്പോൾ ഇത് തുടങ്ങിയ സമയത്ത് എന്തൊക്കെ മൃഗങ്ങൾ എന്തൊക്കെ പക്ഷികളിലൂടെ ഉണ്ടായിരുന്നു? തുടങ്ങിയ സമയത്ത് ആടുകൾ, പിന്നെ മുയലുകൾ, പിന്നെ പശുക്കൾ, അങ്ങനെ ഉള്ള പക്ഷിമൃഗാദികളായിരുന്നു. തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ ഈ അടുത്ത കാലത്താണ് ധാരാളം അനിമൽസിനെ നമ്മൾ ഇവിടെ എത്തിച്ചത്. ഇതെല്ലാം വിദേശികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ നമ്മുടെ കേരളത്തിന് പുറത്ത് ഉള്ള മൃഗങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത്? കേരളത്തിന് പുറത്തുള്ള വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, അതുപോലെ രാജസ്ഥാൻ, ഡൽഹി, അങ്ങനെയുള്ള വടക്കേ ഇന്ത്യയിലുള്ള അനിമൽസും അതുപോലെ രാജ്യത്തിന് പുറത്തുള്ള ഇപ്പോൾ ബ്രിട്ടീഷിലുള്ള ക്യാറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ആസ്ട്രേലിയയിൽ നിന്നുള്ള ഗോഡ്സ് ഉണ്ട്. അങ്ങനെ വിദേശ രാജ്യത്തുള്ളത് ഉൾപ്പെടെ ഇവിടെ വളർത്തി വരുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള മൃഗങ്ങളെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെത്തിക്കുന്നത്? വിദേശ രാജ്യത്തുനിന്ന് നമുക്ക് നാട്ടിലെത്തിക്കാൻ ധാരാളം ഏജൻസികളുണ്ട്. നമ്മളിപ്പോൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു ഏജൻസിയാണ് അത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ മൃഗങ്ങളാണ് ഇപ്പം പുറത്ത് രാജ്യങ്ങളിൽ നിന്ന് ഈ ഫാമിൽ കൊണ്ടുവന്നത്? ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഗോഡ്സ്, ആസ്ട്രേലിയൻ ഗോഡ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ക്യാറ്റ്സിനെ വിദേശത്തുനിന്ന്, പിന്നെ ഡോഗ്സും വിദേശത്തുനിന്ന് ധാരാളം എത്തിച്ചിട്ടുണ്ട്. നമ്മളിത് ഏജൻറ്റിൻ്റെ ഒരു ഉറപ്പിലാണല്ലോ ഇത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ മൃഗങ്ങൾക്ക് അസുഖം വരികയോ നഷ്ടമാവുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ നഷ്ടമായിട്ടില്ല, എങ്കിലും അസുഖങ്ങൾ വരും. നമ്മളിപ്പോൾ മറ്റൊരു രാജ്യത്തു നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ആ യാത്രയിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സ്, പിന്നെ അതുപോലെ അവിടുത്തെ ആഹാരവും ഇവിടുത്തെ ആഹാരവും തങ്ങളിലുള്ള പൊരുത്തക്കേട്, ഇതെല്ലാം നമ്മൾ വളരെ കെയർ ചെയ്ത് വെറ്റിനറി ഡോക്ടറുടെ അഭിപ്രായവും അവരുടെ അഡ്വൈസും കൂടെ കേട്ടിട്ട് വിദഗ്ധമായ മെഡിസിനും ഒക്കെ കൊടുത്ത് നമ്മൾ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടുത്തി ഇവിടുത്തെ ആഹാരവുമായി അത് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. നമ്മൾ 1 മാസത്തോളം വളരെ ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ ഉള്ള മൃഗങ്ങൾ അരുമ മൃഗങ്ങളുണ്ട്, അല്ലാത്തയുണ്ട്. ഇപ്പോൾ ഇത് രാജസ്ഥാൻ ഒട്ടകങ്ങളാണ് അല്ലേ? ഇത് രണ്ടും. മറ്റേ ആ കുതിരകൾ അവിടെ നിന്നാണോ? കുതിരകൾ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്നതാണ്. ഇത് അത് പേഴ്സാണ് അല്ലേ? ഇതും അതുപോലെ തന്നെയല്ലേ? ഇത് പേഴ്സ്. ഇതിന്റെ കൂടെ ഉള്ള പേർ നമ്മൾ വേറൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ആടുകളുണ്ട്, വെറൈറ്റി ആടുകളുണ്ട് അല്ലേ? അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആടുകൾ നമ്മുടെ സ്വദേശത്തുള്ള ആടുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? ഇപ്പോൾ സ്വദേശത്തുള്ള ആടുകളിൽ നിന്ന് കൂടുതൽ വലിപ്പം, അതുപോലെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തത പുലർത്തുന്നത് വിദേശത്തുള്ളതാണ്. കാരണം നമ്മളിവിടെ കണ്ടു വന്നിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് രൂപഭാവങ്ങളുണ്ട്. പിന്നെ അതുപോലെ ധാരാളം തൂക്കം വയ്ക്കുന്നതാണ്.
പിന്നെ പാല് തരുന്നതിലുമൊക്കെ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഈ ഈ ആടുകളൊക്കെ കറക്കാറുണ്ടോ നമ്മളിവിടെ? ഇവിടെ കറക്കാറില്ല, കുട്ടികൾക്ക് കുടിക്കാനാണ് ഇവിടെ കൂടുതലും കൊടുക്കുന്നത്. ഒരു ബിസിനസ് ആയിട്ടല്ലല്ലോ ഇത്, വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക്, അങ്ങനെ ഒരു മനസ്സുള്ളവർക്ക് മാത്രമല്ലേ സെയിൽ നടക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ കൊടുക്കുന്നത് ഈ വളർത്തുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇവിടുന്ന് സെയിൽസ് ഉള്ളൂ. പിന്നെ അത് കൂടാതെ ഇറച്ചിയോ മറ്റ് പാലോ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ ഇവിടെ ഒരു മൃഗങ്ങളെയും വളർത്തുന്നില്ല, കൊടുക്കുന്നുമില്ല. അതെ. അപ്പോൾ ഇവിടെയുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണ് ആടുകളുടെ വെറൈറ്റീസ്? ആടുകൾ നമുക്ക് ജമുന പേരിയുണ്ട്, സിരോഹി, പിന്നെ മണിപ്പൂരി, പിന്നെ ആസാമി, പിന്നെ അതുപോലെ വിദേശത്തുള്ള കനേഡിയൻ ആടുകളുണ്ട്, പിന്നെ ആസ്ട്രേലിയയിലുള്ള പിക്മി തുടങ്ങി ധാരാളം. പിന്നെ നമ്മുടെ നാട്ടിലെ മലബാറി ഉൾപ്പെടെ ഇവിടെ വളർത്തി ബ്രീഡ് ചെയ്യിച്ച് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൗതുകം തോന്നിക്കുന്ന ആടുകൾ ഏതൊക്കെയാണ്? കൗതുകം എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആടെന്ന് പറയുന്നത് കനേഡിയനും അതുപോലെ ആസ്ട്രേലിയൻ പിക്മിയാണ്. അത് കൗതുകമുള്ളതാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും പൊക്കം വയ്ക്കുന്ന ആട് നമ്മൾ ഇന്ത്യക്കാരൻ തന്നെയാണ്, ബീട്ടൽ എന്ന് പറയും. ഉത്തർപ്രദേശിലുള്ള ബീട്ടലാണ് ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ആട്. ഇത് രണ്ടും കൗതുകം വളർത്തുന്ന ആടുകളാണ്. നമ്മുടെ രാജ്യത്തു നിന്നും അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന 4 ഇനങ്ങളിലുള്ള പശുക്കളെ നമുക്കിവിടെ കാണാം. ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കപില എന്ന പശുവാണ് അവയിലൊന്ന്. പണ്ടുകാലത്ത് മുനിമാരുടെ ആശ്രമങ്ങളിൽ പാൽ ചുരത്തിയിരുന്ന പശുക്കളായിരുന്നു കപില എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ പൈതൃകം സൂക്ഷിക്കുന്ന കൃഷ്ണ എന്ന പശുവിനത്തിൻ്റെ ഒരു ജോഡിയെയും ഇവിടെ കാണാം. കേരളത്തിൻ്റെ തനത് പരമ്പരയായ വെച്ചൂർ പശുവും കാസർഗോഡ് കുള്ളനും ഇവിടെയുണ്ട്. ഈ ചെറിയ പശുക്കളെല്ലാം തന്നെ പാൽ വളരെ കുറച്ചു മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എങ്കിലും ഇതിൻ്റെ പാൽ വളരെ ഔഷധമൂല്യമുള്ളതാണ്. അതുപോലെ തന്നെ ഇവയ്ക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലുമാണ്. ഇനി പശുക്കളുടെ ഇനത്തിൽ വെറൈറ്റി പശുക്കൾ ഇവിടെ ഉണ്ട്. അതും സ്വദേശികളും വിദേശികളുമായ പശുക്കളുണ്ട്. സ്വദേശികളാണ് എല്ലാം ഉള്ളത്. ഓരോ ഇനങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് വെച്ചൂരുണ്ട്, നമ്മുടെ കേരളക്കാരനെ വെച്ചൂര്, പിന്നെ കാസർഗോഡ് കുള്ളൻ, പിന്നെ കർണാടക സ്വദേശിയായിട്ടുള്ള കപില, പിന്നെ വടക്കേ ഇന്ത്യക്കാരനായ ഗുജറാത്ത് സ്വദേശി കൃഷ്ണ. ഇതിൻ്റെ എല്ലാം മൂരികൾ ഉൾപ്പെടെ നമ്മളിവിടെ വളർത്തി ഇതെല്ലാം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു തരം പശുക്കളാണ്. കാരണം പാലിന് വേണ്ടി നമ്മൾ പശുക്കളെ വളർത്തി വർഷങ്ങൾ കൊണ്ട് ഈ തരത്തിലുള്ള പഴയ പശുക്കൾ വംശനാശം വന്നിരുന്നു. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്ന ഒരു ശ്രമം കൂടെ ഞാനിതിൻ്റെ കൂടെ നടത്തുന്നുണ്ട്, ഈ വംശനാശം ഇത് മാറ്റുന്നതിന് വേണ്ടി. മുയലുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. ധാരാളം ആളുകൾ ഈ മുയലുകളെ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്കോറ, സോവിയറ്റ് ചിഞ്ചില, വൈറ്റ് ജെയിന്റ് തുടങ്ങിയവയാണ് ഇവിടെയുള്ള മുയലുകൾ. വിദേശ ഇനങ്ങളിലുള്ള പൂച്ചകൾ ഇവിടുത്തെ മറ്റൊരു കൗതുക കാഴ്ചയാണ്. ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള ബ്രിട്ടീഷ് പഞ്ച്, ഓമനത്വം തുളുമ്പുന്ന പേർഷ്യൻ ക്യാറ്റ്സ്, ആസ്ട്രേലിയൻ, ആഫ്രിക്കൻ ബ്രീഡുകൾ എല്ലാം ഇവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. ഇഷ്ടത്തോടെ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവയെ വിൽക്കാനാണ് അജിത് കുമാർ ആഗ്രഹിക്കുന്നത്. മുയലുകളുണ്ടല്ലോ, വിവിധ ഇനം മുയലുകളും ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് പറയാം? മുയലുകൾ നമുക്ക് സോവിയറ്റ് ഇഞ്ചിലുണ്ട്, അതുപോലെ വിദേശിയായിട്ടുള്ള അങ്കോറയുണ്ട്, പിന്നെ ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ്, പിന്നെ തുടങ്ങി ഒരു 12ഓളം വെറൈറ്റി ഇവിടെ വളർത്തി വരുന്നുണ്ട്. ഇവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രത്യേകതകൾ ഈ അങ്കോറ എന്ന് പറയുന്ന ധാരാളം രോമം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ തണുപ്പ് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു മുയലാണ്. പിന്നെ 7 കിലോയോളം തൂക്കം വയ്ക്കുന്ന ഗ്രേ ജയൻറ്റ്, അങ്ങനെ തുടങ്ങിയുള്ള മുയലുകളും ഉണ്ട് ഇവിടെ. മുയലുകൾ കഴിഞ്ഞിട്ട് വിവിധ ഇനം പൂച്ചകളെ കണ്ടു. അതെ അല്ലേ? വളരെ വില കൂടിയ പൂച്ചകളും ഉണ്ട് കൂട്ടത്തിൽ. ഏതൊക്കെ ഇനം പൂച്ചകളാണ്, എവിടെ നിന്നൊക്കെയാണ് ഇതിനെ കൊണ്ടുവന്നത്? നമുക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് പേർഷ്യൻ ക്യാറ്റ്സ് ഉണ്ട്, പിന്നെ ഈ ആസ്ട്രേലിയൻ ബ്രീഡുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ച അതുണ്ട്, പിന്നെ ബ്രിട്ടീഷ് ക്യാറ്റുണ്ട്, പിന്നെ ആഫ്രിക്കൻ ബ്രീഡ് സയാമിസ് അതുണ്ട്. ഇതെല്ലാം നമ്മൾ കുറേ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന പൂച്ചകളാണ്, ഇപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്ത് വരുന്നുണ്ട്. അപൂർവമായി മാത്രം കാണാൻ സാധിക്കുന്ന കുറേ തവളകൾ ഇവിടെയുണ്ട്. ആമസോൺ ദ്വീപുകളിൽ 0 ഡിഗ്രിയിൽ കഴിയുന്ന റെഡ് ഫ്രോക്സും യെല്ലോ ഫ്രോക്സുമാണിവ. ഈ തവളകളെ പതുക്കെ പതുക്കെ നമ്മുടെ താപനിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ചെറിയ നായയായ മിനിയേച്ചർ പിഞ്ചർ, ഔഷധ ഗുണമേന്മയുള്ള കരിങ്കോഴി, തമിഴ്നാട്ടിലെ പോരുകോഴി, മറ്റലങ്കാര കോഴികൾ എല്ലാം ഈ ഫാമിൻ്റെ മാത്രം പ്രത്യേകതകളാണ്. വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം കണ്ടു, തവളകൾ. അത് നമ്മൾ ഈ ആമസോൺ ദ്വീപുകളിൽ വസിക്കുന്ന തവളകളാണ്, അത് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്.
അപ്പോൾ അത് നമുക്ക് 0 ഡിഗ്രിയിലാണ് വസിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം ഐസിടണം. ഐസിട്ട് ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. അപ്പം മൃഗങ്ങളിൽ ഈ പറഞ്ഞത് കൂടാതെ വേറെ വെറൈറ്റീസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ നമുക്ക് മൃഗങ്ങളിൽ നമുക്ക് ആടുകൾ, പിന്നെ ഡോഗ്സ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ, വലിപ്പത്തിലും പൊക്കത്തിലും ഏറ്റവും ചെറിയ ഡോഗ്സ്, മിനിയേച്ചർ പിഞ്ചർ. പിന്നെ അതുപോലെ ഏറ്റവും രോമം വളരുന്ന ലാസാപ്സ, പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരു 3-4 ഐറ്റം ഡോഗ്സ് വളർത്തുന്നുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്? പുറത്തുനിന്ന് കൊണ്ടുവന്നതുമുണ്ട്. ഇനി ഇപ്പം മൃഗങ്ങളുടെ ഒരു കഴിഞ്ഞല്ലോ. ഇനി ഉള്ളത് പക്ഷികളുണ്ട്, ഒരുപാട് പക്ഷികൾ. ഇപ്പം നമ്മുടെ കോഴികൾ തന്നെ ഗിനിക്കോഴി, പോർക്കോഴി, ഇല്ലേ, പിന്നെ ടർക്കി കോഴി, ഒരുപാട് ഇനങ്ങളുണ്ട്. പിന്നെ ഈ വംശനാശം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇനം പ്രാവുകളുണ്ട്. അപ്പം ഈ കോഴികൾ ഏതൊക്കെ വെറൈറ്റീസാണ് അവിടെ ഉള്ളത്? കോഴികളിൽ നമുക്ക് മെയിനായിട്ട് വളർത്തുന്നത് കരിങ്കോഴിയുണ്ട്. നമുക്ക് ഔഷധ ഗുണമാണ് അത് മെയിനായിട്ട്. നമ്മുടെ നാട്ടിലെയാണോ? നമ്മളെ നാട്ടിലാണ്. നമ്മളെ നാട്ടിലല്ല, മധ്യപ്രദേശിലുള്ള കാട്ടുകോഴിയെ അവിടെയുള്ള ആദിവാസികൾ നാട്ടുകോഴിയാക്കി വളർത്തി ഇപ്പം നമ്മളെ നാട്ടിൽ ധാരാളമായി വളർത്തി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് ഈ അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്നിനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കരിങ്കോഴി. അതിൻ്റെ കരിങ്കോഴിയുടെ മുട്ട, അതുപോലെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ നമുക്ക് പോർക്കോഴിയെ വളർത്തുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ പോരിന് ഉപയോഗിക്കുന്ന കോഴി. പിന്നെ അതുപോലെ പിന്നെ ഗിനി, പിന്നെ അലങ്കാര കോഴികൾ വിവിധ തരത്തിലുള്ളതുണ്ട്. പിന്നെ അതുകൂടാതെ യമുനെ നമ്മളിവിടെ ധാരാളമായി വളർത്തി വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് പക്ഷി മൃഗാദികളിൽ. ഒരുമാതിരി വളർത്തുകോഴികൾ, അലങ്കാര കോഴികളെല്ലാം ഉണ്ട് ഇവിടെ. ഈ അവിടെ ലവ് ബേർഡ്സ് ഉണ്ടല്ലോ, അത് വിവിധ ഇനം ഉണ്ടല്ലോ. അത് സെയിൽ ഒരുപാട് നടക്കുന്നുണ്ട് ലവ് ബേർഡ്സിന്റെ. ഏതൊക്കെ ഇനം ലവ് ബേർഡ്സ് അവിടെ ഉള്ളത്? ഇവിടെ നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട്, പിന്നെ ഈ ജാവ ഫിഞ്ചസ്, പിന്നെ സാധാരണ നമ്മളെ നാടൻ ലവ് ബേർഡ്സ്, ധാരാളം വിദേശ ഉള്ള ബേർഡ്സും വളർത്തി വരുന്നുണ്ട്. പ്രാവുകൾ വിവിധ ഇനങ്ങളുണ്ടല്ലോ, ഏതൊക്കെയാണെന്ന് പറയാം? പ്രാവുകളിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിപ്പം വയ്ക്കുന്ന കിങ് പിയോ എന്ന് പറഞ്ഞ പ്രാവ്, പിന്നെ ലോകത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഈ കുമ്മിണി പ്രാവ് എന്ന് പറയും, ഊട്ടി സ്വദേശികളാണ്, ഉൾപ്പെടെ ഏതാണ്ടൊരു 8ഓളം വെറൈറ്റികൾ ഇവിടെ വളർത്തി ബ്രീഡ് ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ ധനസഹായങ്ങൾക്കായി ഇതുവരെ ശ്രമിക്കാതിരുന്ന അജിത് കുമാറിന് അഞ്ചൽ പഞ്ചായത്തിൻ്റെ മറ്റെല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ട്. സാറിൻ്റെ ഒരു പഞ്ചായത്തിലെ ഒരു ഫാം ഹൗസ് ആണല്ലോ ഇത്. അപ്പോൾ ഈ ഫാം ഹൗസിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാർ അവരുടെ ഒരു ജീവിത രീതികൾ ഏത് നിലയിലേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുവട്ടം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അജിത്ത് അദ്ദേഹം ഒരു വിവിധ സംരംഭങ്ങൾ ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൻ്റെയും ഒരു വെറൈറ്റി എന്ന് പറയുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമുള്ള ആളുമാണ്. അപ്പോൾ അദ്ദേഹം ഈ ഫാം ഹൗസ് രൂപീകരിക്കണം എന്നുള്ള ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു അടുത്ത സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാനുമായി ഇതിൻ്റെ ആരംഭ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ വളരെ ഗുണകരമായ, ഇവിടെ ഇപ്പോൾ പിന്നെ കോഴി ഫാം നടത്തിയിട്ട് കോഴിയിറച്ചി വിൽക്കാനോ അല്ലെങ്കിൽ ക്ഷീര നൽകുന്ന മൃഗങ്ങളെ വളർത്തിയിട്ട് പാല് കച്ചവടം നടത്താനോ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല. ഇവിടെ വെറൈറ്റി അവകാശപ്പെടാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ഇപ്പോൾ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പക്ഷി മൃഗാദികളെ ഇതെടുത്ത് അതിനെ വളർത്തി അതിനെ പിന്നെ വിലയ്ക്ക് കൊടുക്കുന്ന നിലയിലേക്കുള്ള ഒരു സംരംഭമായാണ് ഈ ഫാം. ഇത് പ്രാരംഭ ദിശയിൽ ചെറുതായി തുടങ്ങിയെങ്കിലും വലിയ ഒരു വികസനപരമായ വലിയ ഒരു ഐറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായ നിലയിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്ത് തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ, ഇതിപ്പോൾ ഒരുപാട് കാശ് ചിലവാക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണല്ലോ, അപ്പം പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ സഹായങ്ങൾ ഈ ഫാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്? നമ്മൾ മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്നുകൊണ്ട്, അതോടൊപ്പം തന്നെ സംസ്ഥാന കൃഷി വകുപ്പുമായി ചേർന്നുകൊണ്ട് നമുക്ക് ഈ സ്വകാര്യ ഫാമുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി വിവിധ തലങ്ങളിലുള്ള ഏജൻസികളിൽ നിന്നും ഒക്കെ നിരവധി സാമ്പത്തിക സഹായങ്ങളും പദ്ധതികളും അത് ഇതുമായി കണക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഇതിന് പിന്നിൽ നടന്നു വരുന്നുണ്ട്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റും എംപിയും MLAയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഒരു പുരോഗതിക്ക് വേണ്ടുന്ന എല്ലാ സാങ്കേതിക സഹായങ്ങളും, അത് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ
ഉത്തരവാദിത്വത്തോടു കൂടി അതിൻ്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ നിലയിലുള്ള ഇടപെടലുകൾ ഇവിടെ നടത്തി കൊടുക്കാൻ കഴിയുമോ അതിനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ സന്നദ്ധരായി മുമ്പോട്ട് നിൽക്കുകയാണ്. അരുമയോടെ വളർത്തുന്ന ഈ പക്ഷിമൃഗാദികളെ ആവശ്യക്കാർക്ക് ഇവിടെ നിന്നും വിൽക്കുന്നുണ്ട്. വീണ്ടും അതേ സ്ഥാനത്ത് പുതിയവയെ ഇന്ത്യക്കകത്തു നിന്നും വിദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരുന്നു. 4 ജോലിക്കാരുള്ള ഈ ഫാമിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആവശ്യാനുസരണം ശ്രദ്ധ കൊടുക്കാൻ ഇവർ എപ്പോഴും ശ്രമിക്കുന്നു. ധാരാളം സന്ദർശകർ അവധി ദിവസങ്ങളിൽ ഈ ഫാം കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. ഇവരിൽ പലരും തങ്ങൾക്കിഷ്ടപ്പെട്ട പക്ഷികളെയും മൃഗങ്ങളെയും ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സെയിലിനെ കുറിച്ചൊന്ന് പറയാമോ? അതായത് ഇപ്പം മൃഗങ്ങളുടെ സെയില്, പക്ഷികളുടെ സെയിൽ, ഇത് എത്രത്തോളം ഈ സെയിൽ ഇപ്പം നടന്നു വരുന്നു? 8 മാസം നമുക്ക് സെയിലിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മെയിനായിട്ട് ഈ ഇപ്പോഴത്തെ സെയിലെന്ന് പറഞ്ഞാൽ നെറ്റ് വഴിയാണ് മിക്കവാറും സെയിൽ നടക്കുന്നത്. പ്രധാനമായിട്ടും ഇവിടെ വിവിധതരം വെറൈറ്റി അനിമൽസ് ആയതുകൊണ്ട് ഈ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും ഇവിടെ ഇതിനെ വാങ്ങിക്കാനായി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സെയിൽസ് നടക്കുന്നത്. അതെ അതെ. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ പക്ഷിമൃഗാദികളോട് താല്പര്യമുള്ളവർക്ക് ഈ ഫാമിൽ എത്തി ഇവിടെ കണ്ട് മനസ്സിലാക്കുന്നതിനും ഇവിടെ സമയം ചെലവഴിക്കുന്നതിനുമുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളർത്തണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ടുന്ന ഉപദേശങ്ങളും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണാൻ, ഇത് വളർത്താൻ ഇത്രയും വിലയില്ലേ, നല്ല വിലയുള്ള പക്ഷികളും മൃഗങ്ങളും ആണല്ലോ. അപ്പോൾ ഇതിന് അത്രയും വിലയ്ക്ക് വാങ്ങി വളർത്താൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് അതിനെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് 24 മണിക്കൂറും ഇവിടെ ആളുണ്ട്. എപ്പോൾ വേണമെങ്കിലും വന്ന് കാണുന്നതിനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള അവസരം നൽകുന്നുണ്ട്. ഈ സെയിലിനിപ്പം ആളുകൾ എങ്ങനെയാണ്? നെറ്റ് വഴി മാത്രമല്ലാതെ ഇവിടെ നേരിട്ട് അല്ല, നേരിട്ട് ധാരാളം പേര് വരുന്നുണ്ട്. ഇപ്പോൾ ധാരാളമായിട്ട് ഒരു കുടുംബത്തിലുള്ള രക്ഷകർത്താക്കളും അതിൻ്റെ മക്കളും ഉൾപ്പെടെ നേരിട്ട് വന്ന് ഇവിടെ സന്ദർശനമാണ് കൂടുതലും നടക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സൂവിലൊക്കെ കാണുന്ന ഇതിൻ്റെ കണക്ക് തന്നെ വിവിധ തരത്തിലുള്ള പക്ഷിമൃഗാദികൾ ഇവിടെ ഉള്ളതുകൊണ്ട് വരുന്നവർക്ക് ഒരു കൺകുളിർക്ക് കാണുവാനുള്ളൊരവസരം കൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു പരിപാലനത്തെക്കുറിച്ച് പറയട്ടെ. അതായത് ഇപ്പോൾ എത്ര ജോലിക്കാർ ഇവിടെയുണ്ട്? ഇവിടെ ഇപ്പോൾ 4ഓളം ജോലിക്കാരാണുള്ളത്. ഓരോ മൃഗങ്ങളെയും നമ്മൾ സെപ്പറേറ്റായിട്ട് നോക്കുന്നതിന് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പശുക്കളെ നോക്കുന്നതിന് ഒരാൾ, പിന്നെ പക്ഷികളെ നോക്കുന്നതിന് ഒരാൾ, അതുകൂടാതെ പിന്നെ മുയലുകളെ ഒരാൾ, പിന്നെ നമ്മൾ ആടുകളെ നോക്കുന്നതിന് ഒരാൾ, അങ്ങനെ 4ആയിട്ട് തരംതിരിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണോ? അതെ അതെ, നമ്മളെ നാട്ടിലും നമ്മളെ സംസ്ഥാനത്തുള്ളവർ തന്നെയാണ്. അതെ, ഇവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യം, ഒരു തങ്ങുന്നതിനും ആഹാരം വയ്ക്കുന്നതിനും ഒക്കെ ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു സാലറി ഒക്കെ എങ്ങനെയാണ്? നേരിട്ട് സാലറി മാസാമാസം സാലറിയാണ് നേരിട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനം, അവരുടെ ഈ ഫാം ഹൗസിൻ്റെ നോക്കി നടത്തുന്നത് തൃപ്തികരമാണ്? അതെ, തൃപ്തികരമാണ്. അവർ മുൻപരിചയമുള്ളവരാണ്. മുൻപരിചയമുള്ളവരെ മാത്രമേ നമ്മളിവിടെ ജോലിക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അവർ നല്ല തൃപ്തിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചാൽ, പിന്നെ പ്രധാനമായിട്ട് ഈ ജോലിക്ക് നിൽക്കുന്നവർ ജോലിയായിട്ട് നോക്കിയാൽ ഒരു മൃഗങ്ങളെയും പക്ഷികളെയും നോക്കാൻ നോക്കില്ല. ഈ ജോലിക്ക് നിൽക്കുന്നവർക്ക് ഇതിനോട് താല്പര്യം കൂടെ വരണം എന്നുള്ളവരെ, അങ്ങനെയുള്ളവരെ ഈ ഫാം നടത്തുന്നവർ ജോലിക്ക് എടുക്കാവുള്ളതാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം. അവിടെ ആ കേജിൽ കിടക്കുന്നത് ആടുകളില്ലേ? അതെ അതെ. അത് ഏതിന ആടുകളാണ്? അത് നമുക്ക് രാജസ്ഥാൻ ചെമ്മരിയാടുകളാണ്. അത് പ്രധാനമായിട്ട് അതിൻ്റെ രോമത്തിന് വേണ്ടിയാണ് രാജസ്ഥാനിലിത് ആൾക്കാർ വളർത്തി വരുന്നത്. ഇവിടെ നമുക്ക് കൗതുകത്തിനും അതുപോലെ നല്ല വലിപ്പം വയ്ക്കുന്ന ആടും കൂടാണ്. പിന്നെ ധാരാളം പാലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമ്മളൊരു വിൽക്കാൻ വേണ്ടി, അതായത് ഇതിനെ കൊണ്ടുപോയി വളർത്താൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും നമ്മൾ ഇതൊക്കെ ഇതിനെ വളർത്തുന്ന ഈ മൃഗങ്ങളുടെ ഒരു പ്രായപരിധി കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ വിറ്റേ പറ്റും അല്ലേ? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇത് എന്തിനു കൊണ്ടുപോകുന്ന നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടുന്ന് അതിനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആടുകളെയോ മറ്റു മൃഗങ്ങളെയൊക്കെ കൊടുത്തിട്ടുണ്ടോ പുറത്ത്? ഇതുവരെ ഇല്ല. ഇനി നമ്മൾ കാലങ്ങൾ കഴിയുമ്പോൾ മൃഗങ്ങൾ വയസ്സാകുമ്പോൾ കൊടുക്കേണ്ടി വരും. അന്നേരം നമ്മൾ കൊടുത്തേ ഒക്കത്തുള്ളൂ. കൊണ്ടുവന്നവർ വളർത്തുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളതാണ് നമ്മളെ കുറച്ച് തീരുമാനം. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇത് വളർത്തിട്ട് കാര്യമില്ല. ഇല്ല ഇല്ല, എങ്കിലും നമ്മൾ ഇവിടെ ഇറച്ചി ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കില്ല. പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കാനും അവയെ തങ്ങൾക്കൊപ്പം വളർത്താനും ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അവയെ എവിടെ നിന്നും ലഭിക്കും എന്നൊരു ചോദ്യം അവർ സ്വയം ചോദിക്കുന്നുണ്ടാവാം. ഇത്തരത്തിലുള്ള പെറ്റ് ഫാമുകൾ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും എന്നത് തീർച്ചയാണ്.
തീവ്രമായ ആഗ്രഹവും കഠിന പ്രയത്നവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഫാം കെട്ടിപ്പടുത്താനാവുകയുള്ളൂ. സ്വപ്രയത്നത്തിലൂടെ അജിത് കുമാർ നേടിയ ഈ വിജയം അരുമ പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് നാളികേര ടെക്നോളജി മിഷൻ പദ്ധതിയിലൂടെ ധനസഹായം. യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിന് KSIDCയുടെ വായ്പ. വിശദമായ വാർത്തകളിലേക്ക്. കേര കർഷകർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സംരംഭങ്ങൾ തുടങ്ങുവാനും അവയ്ക്ക് വിപണി കണ്ടെത്തുവാനുമുള്ള സഹായങ്ങൾ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് നാളികേര ടെക്നോളജി മിഷൻ പദ്ധതിയിലൂടെ നൽകും. പദ്ധതി പ്രകാരം യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ചെലവിന്റെ 25% പരമാവധി 50 ലക്ഷം രൂപ വരെ വായ്പാ ബന്ധിത മൂലധന സബ്സിഡിയായി നൽകും. ഇതിന് പദ്ധതി ചെലവിന്റെ 40% ദീർഘകാല വായ്പയായി എടുത്തിരിക്കണം. പദ്ധതി തയ്യാറാക്കാൻ സംരംഭകരെ സഹായിക്കുന്നതിന് സാങ്കേതിക വിദഗ്ധരുടെ പാനലും ബോർഡ് ലഭ്യമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0484 2375237. മറ്റൊരു നമ്പർ 0484 2377267. മരിച്ചീനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ ചെറുകിട യൂണിറ്റുകൾക്ക് സാങ്കേതിക വിദ്യയും ആവശ്യമായ സംസ്കരണ ഉപകരണങ്ങളും CTCRI നൽകുന്നു. മരിച്ചീനിയുടെ വിളവെടുപ്പ് യന്ത്രങ്ങളും അരിയൻ യന്ത്രങ്ങളുമാണ് പ്രധാന ഉപകരണങ്ങൾ. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം: ഡയറക്ടർ, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം, തിരുവനന്തപുരം 695017. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2598551. കർണാടകം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നാളികേര ഉൽപാദനത്തിൽ 2012-13 വർഷത്തിൽ ഉണ്ടായിട്ടുള്ള ഗണ്യമായ കുറവ് സംസ്ഥാനത്തെ കേര കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന് നാളികേര വികസന ബോർഡിന്റെ പഠനങ്ങൾ സൂചന നൽകുന്നു. ക്വിന്റലിന് 7000 രൂപയിലേക്ക് ഉയർന്ന വെളിച്ചെണ്ണ വില വരും മാസങ്ങളിലും ഓണവിപണിയിലും ഉയരാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ 16% ഉൽപാദനക്കുറവും കർണാടകയിൽ 12% കുറവും ഉണ്ടായിട്ടുണ്ട്. ഇത് അവിടെ നിന്നുള്ള വെളിച്ചെണ്ണയുടെ വരവിനെ ബാധിക്കും. കേരളത്തിൽ 2012 നവംബർ മാസത്തിലും തമിഴ്നാട്ടിൽ 2013 ഫെബ്രുവരിയിലും കർണാടകയിൽ 2013 ജൂണിലുമാണ് സർവേ നടത്തിയത്. കേരളത്തിലെ വിവരശേഖരണം നവംബറിൽ നടന്നതിനാൽ വരൾച്ച മൂലമുണ്ടായ നഷ്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതുപ്രകാരം കേരളത്തിൽ നേരിയ ഉൽപാദന വർധനവ് കാട്ടിയെങ്കിലും അയൽ സംസ്ഥാനങ്ങളിലെ നാളികേരത്തിന്റെ ലഭ്യതക്കുറവ് മൂലം കേരോൽപ്പന്നങ്ങൾക്ക് ഇനിയൊരു വിലത്തകർച്ച ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിന് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KSIDC വായ്പ നൽകുന്നു. യന്ത്രസാമഗ്രികളുടെ ഇൻവോയ്സ് പ്രകാരമുള്ള വിലയുടെ 77.5% വരെ വായ്പ അനുവദിക്കും. 22.5% മാത്രമായിരിക്കും ഉടമ മുടക്കേണ്ടത്. സംരംഭത്തിന്റെ സുസ്ഥിര ആസ്തിയും പുതിയതായി വാങ്ങുന്ന യന്ത്രസാമഗ്രികളും അനുസരിച്ച് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് 6 വർഷം വരെ സമയം അനുവദിക്കും. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടാം. എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കൊച്ചി. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484 2321443. മെയിൽ അഡ്രസ് thomaskutti@ksidcmail.org. പോഷക ഗുണമുള്ള ജൈവഫലമായ ചക്കയുടെ സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയാറില്ല. പാഴാക്കി കളയുന്ന ചക്ക ജൈവ പച്ചക്കറിയായും റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങളായും വർഷം മുഴുവൻ ഉപയോഗിക്കാം. ഇടിച്ചക്ക, ചക്കച്ചുള എന്നിവ ഏറെ പോഷകപ്രദമാണ്. ചക്ക ഉൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ചുള്ള സാങ്കേതിക പരിശീലനത്തിനും വിദഗ്ധ ഉപദേശങ്ങൾക്ക് പത്തനംതിട്ടയിലുള്ള കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടാം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 0469 2662094. മറ്റൊരു നമ്പർ 0469 2661821. ഇമെയിൽ ID cardkvk@gmail.com.
ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 19,500 രൂപ. റബ്ബർ RSS 5 19,000 രൂപ. വെളിച്ചെണ്ണ 6,950. കുരുമുളക് 38,900. നാളികേരം തൊണ്ടോട് കൂടിയത് 1000-ന് 6,250 രൂപ. നാളികേരം തൊണ്ടില്ലാതെ 1000-ന് 8,500. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 40,900 രൂപ. അൺഗാർബിൾഡ് 38,900. കുരുമുളക് വിപണി. കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 38,600 രൂപ. വയനാടൻ കുരുമുളക് 39,100. കൊപ്ര വിപണി. കോഴിക്കോട് ക്വിൻ്റലിന് 4,900 രൂപ. തളിപ്പറമ്പ് 4,700. കാസർഗോഡ് 4,400. വെളിച്ചെണ്ണ. കണ്ണൂർ ക്വിൻ്റലിന് 7,600 രൂപ. കോട്ടയം 7,400. ആലപ്പുഴ 6,950. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.2, 24.6. കൊച്ചി 32, 22.4. ആലപ്പുഴ 29.3, 23.8. പുനലൂര് 32.4, 24.2. തിരുവനന്തപുരം കൂടിയ താപനില 32.5, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.